അപ്പം എൻ്റെ പ്ലേറ്റ് കണ്ടിട്ട് ആർക്കും എന്നോടൊന്നും തോന്നരുത് കേട്ടോ. 3-4 ഫിഷ് ഫ്രൈ, കുറച്ച് ചിക്കൻ കറി എല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതേ നമ്മൾ ലക്ഷദ്വീപിൽ മാസ് ഉണ്ടാക്കുന്ന സ്ഥലത്തിലാണ് ഇതൊക്കെയാണ് അത് ഉണ്ടാക്കുന്ന സെറ്റപ്പ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ആംഗ്ലർ. മല്ലു ആംഗ്ലറിൻ്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പേനി ഐലൻഡിൽ സ്നോർക്കലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു 11 മണിയോടുകൂടി സ്നോർക്കലിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ സ്നോർക്കലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. ഞാൻ നേരത്തെ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വെള്ളത്തിൻ്റെ അടിയിലേക്ക് നമുക്ക് അത്യാവശ്യം കല്ലുകളൊക്കെ ഉള്ളൊരു ഏരിയ ആയിരിക്കും. അതുകൊണ്ട് നമ്മളിത് ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ചെരുപ്പ് മസ്റ്റാണ് സ്നോർക്കലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് തൊട്ടടുത്തുള്ള ദ്വീപിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് സ്നോർക്കലിംഗ് ചെയ്യാനുള്ള അവസരം ഉള്ളത്. അപ്പോൾ അത്യാവശ്യം മീനുകളെയും കാര്യങ്ങളൊക്കെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഗാബ്രിയൽ ഔട്ട്ഡോഴ്സ് ആണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഫിഷിംഗ് ആക്സസറീസും അതുപോലെ തന്നെ ക്യാമ്പിംഗ് ആക്സസറീസും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഗാബ്രിയൽ ഔട്ട്ഡോഴ്സിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓൾ ഇന്ത്യ അവർ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഓൺലൈനായിട്ട്, ഇപ്പോൾ എല്ലാവരും ഓൺലൈനായിട്ടുള്ള സാധനങ്ങളാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ദൂരത്ത് കാണുന്ന ദ്വീപില്ല, അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ സ്കൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഇതേ നമ്മൾ പോകുന്ന സമയത്ത് ഇതേ കടലാമകളെ കാണുന്നുണ്ട് കേട്ടോ അടിയിലൊക്കെ. ഇതേ 1, 2 ഇത് അത്യാവശ്യം വലിയ സാധനം കേട്ടോ. കാണുന്നുണ്ടാവോ നിങ്ങളൊക്കെ? കടലാമ അത്. ഈ അടിത്തട്ടുണ്ടല്ലോ ലക്ഷദ്വീപിൽ നിങ്ങൾ കാണേണ്ടത് ഈ കടലിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് പറഞ്ഞ് അറിയിക്കാൻ വേണ്ടി പറ്റത്തില്ല, അത്രയും ഭംഗിയാണ് ഈ കടല്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതേ കടൽ വെള്ളരി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന ദ്വീപിന്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. ആമകളൊക്കെ കാണുന്നത് നല്ല രസം കേട്ടോ. സംഭവം നല്ല സൈസുള്ള സാധനമല്ല. അപ്പോൾ ഇതേ നമ്മുടെ ഈ വെള്ളത്തിലൂടെ നടക്കുവാണേ. ചിലപ്പോൾ കടൽ വെള്ളരീനെയൊക്കെ ചവിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ ഒന്നും ഉപദ്രവിക്കാണ്ട് നമുക്ക് നിലത്തൊന്ന് നോക്കി നടക്കാം. ആഹാ, ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്, പിടിച്ച് ടൈറ്റ് ചെയ്യാം. ഓക്കെ, മുടി ഒട്ടും അകത്ത് ഇരിക്കാൻ പാടില്ല, വെള്ളം കയറും. ഇത് വെച്ച് കഴിഞ്ഞാല് മൂക്ക് കൂടെ ശ്വാസം എടുക്കാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ഈ സ്നോർക്കിൾ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് സ്നോർക്കിൾ. ഇത് നമ്മൾ വായിൽ വെക്കും. ഓക്കെ, ഇത് വായിൽ വെച്ചിട്ട് വായിക്കൂടെ മാത്രം ഇത് കൂടെയാണ് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം വിടുക. ഓക്കെ, ശ്വാസം നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പാടില്ല. വെള്ളത്തിലിറങ്ങി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ശ്വാസം പിടിക്കാൻ പാടില്ല. ഓക്കെ, പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ടും, മൂക്ക് കൂടെ ശ്വാസം വരില്ല. ഫുൾ ടൈം നമ്മൾ കടലിൽ നോക്കുക. അതേപോലെ ഇത് വെക്കുമ്പോൾ പല്ലിൻ്റെ നടുക്കിൽ കഴിച്ചു വെക്കുക. ഓക്കെ, ലിപ്സ് അടച്ചു പിടിക്കുക, തുറക്കാണ്ടിരിക്കുക. കടലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ വെള്ളം കയറും. നമ്മളിങ്ങനെ അത്രയും പ്രഷറിൽ ചെയ്യണമെന്നില്ല. ഇനി വെള്ളം പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇത്തിരി പ്രഷർ കൂടിയിട്ട് ആക്കുമ്പോഴത്തേക്ക് വെള്ളം അത് കൂടെ പൊക്കോളും. ഓക്കെ, അപ്പം ഞാനും ഷെറിൻ ബ്രോ ഇത് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഇവിടെ ഒരുപാട് ആഴമൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. അവിടെ സ്റ്റാർ ഫിഷിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. പോയി നോക്കാം.
അമ്മച്ചമാരെ നമ്മുടെ സ്നോർക്ലിങ് കഴിഞ്ഞത് ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ചുമ്മാ നടക്കുക കേട്ടോ. ഒരു അടാർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ ഒരു സ്നോർക്ലിങ് ചെയ്തപ്പോഴാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ ഞാനൊരു സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് തോട്ടി കളയാൻ തോന്നണം. കാരണം ഇവിടെ സ്കൂബ ഡൈവിങ്ങിൽ നമുക്ക് കാണാൻ പറ്റണ എല്ലാ മീനുകളും നമ്മൾ കണ്ടു. ഇവിടെ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു കടലിൻ്റെ അടിയിൽ. എൻ്റെ കാല് കുറച്ച് മുറിഞ്ഞ്, എന്നാലും സീനില്ല. ഉപ്പുവെള്ളത്തിലാണ് നമ്മൾ കളിച്ചതല്ലോ, അപ്പോൾ അതുകൊണ്ട് സീനില്ല. നമ്മുടെ നാട്ടിൽ ശരിക്കും സ്കൂബ ഡൈവിങ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് പറയണില്ല. അത് അവിടെ ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ കുറച്ച് മണൽത്തരികളും ആകെ 2-3 മീനിനെ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാടിൻ്റെ ഒരു ഇത് അങ്ങനെയാണല്ലോ. പക്ഷേ സ്കൂബ ഡൈവിങ്ങും അതുപോലെ തന്നെ സ്നോർക്ലിങ്ങും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. വേറെ ലെവൽ എക്സ്പീരിയൻസാണ്, പൊളിയാ. ഇത് ഫ്രീ ആട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റാണ് നമ്മൾ ചെയ്തത്. ഓ, അങ്ങനെ ദ്വീപിൻ്റെ വേറൊരു സൈഡിലേക്ക് വന്നപ്പോൾ ഇതാണ് കാഴ്ച. ഇവിടെ കുറച്ച് നേരം നിന്നാൽ തന്നെ നമ്മൾ ഉണങ്ങി പോവും, സീനൊന്നുമില്ല. ഈ കല്ലൊക്കെ പെറുക്കിക്കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ അക്യൂറെ അലങ്കരിച്ചേനെ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളല്ലോ. നല്ല ഉപ്പ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല, കട്ടയ്ക്ക് ഉപ്പ. അയ്യോ. അപ്പോൾ ലക്ഷദ്വീപിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സ്നോർക്ലിങ് മസ്റ്റായിട്ട് ചെയ്യണം, മിസ് ചെയ്യരുത്, മടി പിടിച്ചിരിക്കരുത്. 101% സ്നോർക്ലിങ് ചെയ്യണം കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായത്. കടലിൻ്റെ അടുത്തുനിന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ജസ്റ്റ് ഒന്ന് മുങ്ങിയപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ മീനുകളൊക്കെ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇവിടെ കാണുന്ന ഈ മെറ്റൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇത് എൻ്റെ അമ്മച്ചി ഈ സാധനം ഇതിവിടെ വീട് പണിക്ക് ഉണ്ടാക്കുന്ന ചെറിയ കട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മെറ്റലിന് പകരം ഉപയോഗിക്കുന്നു പറഞ്ഞു കേട്ടോ. ഇത് കണ്ടിട്ട് നോക്കിയത് എന്ത് ഭംഗിയാണെന്നറിയാം. ഇത് കോരിക്കൊണ്ടായാലോ കുറച്ച്. എൻ്റെ അമ്മച്ചി ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അക്യൂറിയൊക്കെ വേറെ ലെവലായിരിക്കും, നാച്ചുറൽ ലുക്ക് കിട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അക്യൂറിയത്തിൽ എത്ര രൂപയ്ക്ക് വിൽക്കണ സാധനങ്ങളാണെന്നറിയോ. അയ്യോ, ഒരു JCB എങ്ങാനും വിളിച്ചാലോ, കോരി കൊണ്ടുപോയാലോ. ഇവിടെ വന്നിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോരുത് കേട്ടോ. അത് ചിലപ്പോൾ പോർട്ടിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ചെറിയ 1-2 സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിനൊന്നും സീനില്ല. ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പണിയാവും. പിള്ളേരൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ 1-2 ഒന്നും കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവിടെ എന്ത് കണ്ടാലും അത് എടുക്കാൻ വേണ്ടി തോന്നുന്നു നമുക്ക്. എന്ത് കണ്ടാലും സൂപ്പറാ സാധനം. അപ്പോൾ അതേ നമ്മുടെ സ്നോർക്ലിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറിയേക്കാണ് കേട്ടോ. നല്ല വെയിലല്ലേ, വെയില. എൻ്റെ പൊന്നൊരു രക്ഷയിലിട്ടോ. നമ്മുടെ നാട്ടിലെ വെയിലൊന്നും ഒരു വെയിലേ അല്ല. പക്ഷെ വെള്ളം ഉണ്ടല്ലോ, നല്ല ഐസ് വാട്ടർ പോലെ ഉണ്ട്. വെള്ളത്തിന് ചൂട് പിടിക്കുന്നില്ല, അതെന്താണോ. അപ്പോൾ അതെ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാം. ഭയങ്കര വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ മച്ചന്മാരെ ഞാനേ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് കാലിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല എരി. പിന്നെ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് സീനില്ല, വെള്ളത്തിൽ കളിച്ചത് കൊണ്ടേ വേഗം ഉണങ്ങി പോയിക്കോളും. പക്ഷെ നന്നായിട്ട് എരിയുന്നുണ്ട് സാധനം. അയ്യോ. അപ്പോൾ അതേ നമ്മുടെ ട്രിപ്പിൽ അവസാനത്തെ ലഞ്ചാട്ടെന്ന് എന്തൊക്കെയാ നോക്കത്. റൈത്ത, ചപ്പാത്തി, പിന്നെ വൈറ്റ് റൈസ്, ഇതെന്താ സാമ്പാറാണ്. ഓക്കെ. ഇത് ഉരുളക്കിഴങ്ങും പീസും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. ആലു മട്ടർ. ഓക്കെ. കാബേജ് ചട്നി ഇല്ല. ഓക്കെ. ചിക്കൻ കറി, ഫിഷ് ഫ്രൈ. അടിപൊളി. ഇതെന്ത് ഫിഷ് ബ്രോ? ലഗൂൺ ഫിഷ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലേറ്റ് കണ്ടിട്ട് ആർക്കും എന്നോടൊന്നും തോന്നരുത് കേട്ടോ. 3-4 ഫിഷ് ഫ്രൈ, കുറച്ച് ചിക്കൻ കറി എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ലഞ്ചല്ലേ നമ്മുടെ ട്രിപ്പിൽ. അപ്പോൾ അങ്ങനെ ലാവിഷാക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിക്ക് ഉണ്ട് കേട്ടോ, തേങ്ങാ ചമ്മന്തിക്ക് ഉണ്ട്.
അടിപൊളി. ലഗൂൺ ഫിഷ് നമ്മുടെ എല്ലാ ട്രിപ്പിലും ലഗൂൺ ഫിഷ് തന്നെയായിരുന്നു. ഫുഡ് വേറെ ലെവലാണ്. അപ്പം വയറ് ഫുള്ളായിട്ട് ചോറ് കഴിച്ചതിന് ശേഷം അതേ ഇതും കൂടെ തന്നു. എൻ്റെ പൊന്നെ, ഇത് കഴിക്കാൻ ഇനി വയറിൽ സ്ഥലമില്ല. നിങ്ങൾ കണ്ടില്ലേ ഞാൻ എത്ര ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു? ചോറല്ല, മീൻ പൊരിച്ചാൽ കൂടുതലെടുത്ത്. അപ്പോൾ ഭക്ഷണം കഴിച്ചൊരു വഴിക്കായി കേട്ടോ എൻ്റെ അമ്മേ. പിന്നെ ഇവിടെ കിട്ടുന്ന ഭക്ഷണമൊന്നും നമ്മുടെ ദ്വീപിലെ സ്റ്റൈല് ഭക്ഷണമൊന്നുമല്ല. ഇത് നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈല് ഭക്ഷണം. ദ്വീപിലെ ഭക്ഷണം എന്നൊക്കെ കഴിഞ്ഞ് വേറൊരു സ്റ്റൈലാണല്ലോ. പക്ഷേ അത് ഒരു ദിവസം പോലും അവർ സർവ് ചെയ്തില്ല. ഒരു ദിവസമെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ. ഇതെല്ലാ ദിവസവും നമ്മുടെ നാട്ടിലെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് തന്നെ. പക്ഷേ എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡാണ്. ഫുഡിനെ പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. അത് നമ്മുടെ ഫുഡ് വീഡിയോ കാണുന്ന ചേട്ടന്മാർക്ക് അറിയാം. നമ്മുടെ ഒരു ഫുഡ് ചാനലിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ഒന്നും പറയാനില്ല, ഒരു തെറ്റും പറയാനില്ല. ആ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് പറയുക, ഒരു ദിവസമെങ്കിലും ദ്വീപിലെ ഫുഡ് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളെന്തായാലും ഇനി വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് പറഞ്ഞേക്കുക. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. പിന്നെ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോർത്തേൺ എൻഡിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഷിപ്പിലേക്ക് പോവാം. എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. അപ്പോൾ അതേ നമ്മൾ കൽപ്പേനിയ ഐലൻഡിൻ്റെ ഏറ്റവും നോർത്തേൺ സൈഡിലേക്ക് നമ്മൾ വന്നേക്കുവാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാഴ്ചകൾ. ഇവിടെ മതിലുകൾ വരെ ഈ പവിഴപ്പുറ്റിൻ്റെ കോറൽസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച. കണ്ടില്ലേ, ഈ തെങ്ങിൻ്റെ തടമൊക്കെ ഇട്ടിട്ട് അതിൽ ഫുള്ള് കല്ലുകളും കോറൽസും ഒക്കെ ഇട്ടിട്ട് സംഭവം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ അവിടെ വരുന്ന വഴിക്ക് മതിലുകൾ വരെ ഈ ഒരു കല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവം നല്ല രസമുണ്ട്. ഇവിടെ എവിടെ നോക്കിയാൽ ഇതുപോലുള്ള ഉരുളം കല്ലുകളും സാധനങ്ങളൊക്കെയാണ്. അവിടെ കുറേ പവിഴപ്പുറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പെറുക്കിക്കൊണ്ട് പോകണം വീട്ടിൽ. ലക്ഷദ്വീപിൽ വന്നതിൻ്റെ എന്തെങ്കിലും അടയാളം നമ്മൾ വെക്കണമല്ലോ. ഇവിടെ ശരിക്കും വൈകുന്നേരമൊക്കെ വന്ന് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല നമ്മുടെ നാട്ടിലൊരു ഇതുപോലെ ഒരു പാർക്കൊക്കെ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും എൻഡ് സൈഡാണ് കേട്ടോ ഇത്. സൂപ്പർ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ദ്വീപിൻ്റെ ഏറ്റവും എൻഡ് സൈഡിൽ എത്തിയേക്കുവാണ്. ഇവിടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നടന്നു പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പക്ഷേ വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഹൈ ടൈഡായി. നമ്മൾ രാവിലെ വരുമ്പോൾ വെള്ളം മുഴുവനായിട്ട് ഇറങ്ങി കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈ ടൈഡാ സമയം. ഇവിടുത്തെ ഈ പൂഴി ഉണ്ടല്ലോ, ഈ മണൽ, ഇതും ഈ ഒരു നീല കളറും വെള്ളവും കൂടെ വരുമ്പോഴുള്ള ആ ഒരു കോമ്പിനേഷൻ വേറെ ലെവലാണ് മച്ചാന്മാരെ. നിങ്ങൾ ലക്ഷദ്വീപിൽ എന്തായാലും വരണം കേട്ടോ. ഈ യാത്രയിൽ നിന്ന് എനിക്കാണ് മനസ്സിലായത്. ഇനി എന്തായാലും ഞാൻ നമ്മുടെ ഫാമിലി ആയിട്ട് ഭാവിയിൽ തീർച്ചയായിട്ടും ഇവിടെ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കൽപ്പേനിയിലെ ഹെലിപ്പാഡ് അല്ലേ? ഇതാണ് ഹെലിപ്പാഡ്. ആ എന്താ ബ്രോ ഓഫീസ്? ഇവിടെ ഒരു ഗസ്റ്റ് റൂമും ഉണ്ട് കേട്ടോ. അപ്പൊ അതേ നമ്മൾ ലക്ഷദ്വീപില് മാസ് ഉണ്ടാക്കുന്ന സ്ഥലത്തിലാണ്. ഇതൊക്കെയാണ് അത് ഉണ്ടാക്കുന്ന സെറ്റപ്പ്. അപ്പൊ ഇതാണ് ലക്ഷദ്വീപിലെ ട്യൂണ കൊണ്ട് ഉണ്ടാക്കുന്ന മാസ് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാക്കുക അല്ലേ അടിയിൽ ബ്രോ? ആ പുക കൊണ്ടിട്ട് ഇതിങ്ങനെ ഉണങ്ങായിരിക്കേ. ഓക്കെ, ഇതിപ്പോൾ ഉണക്കാൻ ഇട്ടിട്ടേ ഉള്ളൂ സാധനം. ഇത് ആവുന്നേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. അത് ഉണക്കാൻ ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ സാധനം. ഓ ഇതാട്ടോ ടേസ്റ്റ്. ആ ഇത്
ഇത് ചുട്ട മീൻ്റെ ടേസ്റ്റ്. ഓ ഇത് കാണണം ഞാൻ വിചാരിച്ചായിരുന്നു, എന്തായാലും ഇറങ്ങിയത് നന്നായി. ഇതാണ് മാസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ പാത്രം കേട്ടോ. എന്തായാലും അത് കാണാൻ പറ്റി. നല്ല അടിപൊളി ടേസ്റ്റ്. ഓ ഓ എൻ്റെ പൊന്നെ, ഇത് ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല രസം. ഇത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇതും അല്ലേ, നല്ല കോമ്പിനേഷൻ. ഇത് നന്നായിട്ട് ഉണങ്ങിയ സാധനം കേട്ടോ. കണ്ടില്ലേ, ഇവിടുത്തെ വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് ഉണങ്ങും. 250 അല്ലേ കിലോന്? അപ്പോൾ എന്തായാലും മാസ് ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ പറ്റി, അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതെ, ഇത് എനിക്ക് തോന്നുന്നു മീസ്രാവിൻ്റെ പാലാണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിഞ്ഞൂടാ, ചോദിച്ചു നോക്കാം. ചേച്ചി അതെന്ത് മീനിൻ്റെ പാലാ അത്? സ്രാവാ? സ്രാവിൻ്റെ പാല കേട്ടോ. അതിങ്ങനെ കൊളത്തിട്ടേക്കോ. അപ്പോൾ ലക്ഷദ്വീപ് സീരീസിലെ നമ്മുടെ ദ്വീപുകളുടെ അവസാനത്തെ ദ്വീപായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് മുതൽ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷദ്വീപ് സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും തോന്നുന്നു. നമ്മൾ സ്നോർക്കലിങ്ങിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ദ്വീപ് ചെറുതായിട്ടൊന്ന് നോർത്ത് എൻഡ് പോയതും അതുപോലെ തന്നെ മാസ് ഉണ്ടാക്കുന്ന സ്ഥലവും ഒക്കെ കണ്ടതുകൊണ്ട് വീഡിയോ ചെറുതായിട്ട് ലെങ്ത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി ഇതേ നമ്മുടെ ബോട്ട് ഇവിടെ വരും. ഇവിടെ നിന്ന് ബോട്ടിൽ കയറി നമ്മൾ നേരെ നമ്മുടെ ഷിപ്പിലേക്ക് പോവും. അപ്പോൾ അത് ചെറുതായിട്ടൊരു ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ എൻ്റെ ആഡ് ചെയ്യാം. പിന്നെ ചില ആളുകൾക്ക് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് വരുന്നതിനൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലക്ഷദ്വീപിലേക്ക് വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നാളെ നമ്മൾ കൊച്ചിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെയും ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. നോക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സ്പോൺസറിൻ്റെ കാര്യം മറക്കേണ്ട, കാബ്രൽ ഔട്ട്ഡോർസ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫിഷിംഗ് ആക്സസറീസ് വാങ്ങിക്കുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ.